വളരെ പ്രധാനപ്പെട്ട ചില ആരോപണങ്ങളാണ് ഇന്നത്തെ നിയമസഭാ സമ്മേളനത്തിന് ശേഷം ഉണ്ടായിട്ടുള്ളത്. UDF സർക്കാരിനെതിരെ ആദ്യത്തെ അഴിമതി ആരോപണം ഉയർന്നിരിക്കുകയാണ്. അതുപോലെ ആ അഴിമതി ആരോപണത്തിനോടനുബന്ധിച്ചുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ നിയമസഭാ പ്രസംഗം സഭാ TV-യിൽ നിന്നും വെട്ടിമാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് എന്നോടൊപ്പം സംസാരിക്കാനുള്ളത് മലബാർ ജേണലിൻ്റെ ചീഫ് എഡിറ്റർ KP സേതുനാഥാണ്. സർ, എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത്? VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അവതരിപ്പിച്ച ആദ്യത്തെ ബജറ്റ്, ആ ബജറ്റിൻ്റെ അവതരണം കഴിഞ്ഞ ഉടനെ തന്നെ ഒരുപക്ഷെ ബജറ്റിൻ്റെ ഒരു നിർദ്ദേശത്തിൽ അഴിമതി ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൊരു ആരോപണം വന്നിരുന്നു. അത് ഈ മദ്യത്തിലെ എക്സൈസ് നികുതിയിൽ വന്നിട്ടുള്ള ഒരു മാറ്റമായിരുന്നു. അതായത് വീര്യം കുറഞ്ഞ മദ്യത്തിന് ഉള്ള നികുതി 120%-ആയിട്ടും 175%-ആയിട്ടും കുറയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിർദ്ദേശം ആ ബജറ്റിലുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു അഴിമതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കും KN ബാലഗോപാലും, രണ്ട് ധനകാര്യമന്ത്രിമാർ ആദ്യം ആ വിഷയം ഉന്നയിച്ചു. അപ്പോൾ ഇതിൽ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ, കേരളത്തിലെ 2022-23 കാലത്തുണ്ടായ ഒരു അബ്കാരി പോളിസിയിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവുകൾ നൽകുന്ന കാര്യം പറഞ്ഞിരുന്നു. പക്ഷെ അതിൽ അവർ വളരെ സ്പെസിഫിക്കായിട്ട് പറഞ്ഞിരുന്നത് കേരളത്തിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പഴങ്ങളിൽ നിന്നും പഴവർഗ്ഗങ്ങളിൽ നിന്നും ഉണ്ടാക്കുന്ന വൈനിനാണ് ഈ ഒരു നികുതി ഇളവ് ബാധകമെന്ന് പറയുന്നത്. അതിന് അവരൊരു പ്രത്യേക പേരും ഇട്ടിരുന്നു. ഹോർട്ടി വൈനെന്നോ മറ്റോ ആയിട്ട്. അതായത് ഹോർട്ടിക്കൾച്ചർ കർഷകർ ഉണ്ടാക്കുന്ന വൈൻ എന്നുള്ള അർത്ഥത്തിലാണെന്ന് തോന്നുന്നു ഹോർട്ടി വൈൻ എന്ന് പറഞ്ഞ് ഇത് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ നികുതി 82% എന്നുള്ള 86% എന്നുള്ളൊരു നിരക്കും നിശ്ചയിച്ചിരുന്നു. അതല്ലാതെ ഉള്ള ഒരു മദ്യത്തിനും ഇവർ നികുതി ഇളവ് പ്രഖ്യാപിച്ചിരുന്നില്ല. അപ്പോൾ അവിടെയാണ് ഈ VD സതീശൻ സർക്കാരിൻ്റെ ബജറ്റിൽ മാറ്റം വന്നിട്ടുള്ളത്. അവർ ഈ ഒരു ഇളവിനെ വീര്യം കുറഞ്ഞ അതായത് 0.5% മുതൽ 10% വരെയും 10% മുതൽ 20% വരെയും ആൽക്കഹോളിക് VB എന്ന് പറയുന്ന വോളിയം എന്ന് പറയുന്ന ആ ഒരു ഇത് അനുസരിച്ചിട്ടുള്ള മദ്യത്തിന് നികുതി കുറച്ചു. അതായത് 0.5% മുതൽ 10% വരെയുള്ളതിന് 120%, അല്ലാത്തതിന് 10% മുതൽ 20% വരെ ആൽക്കഹോൾ കണ്ടൻ്റ് ഉള്ളതിന് 175% എന്നുള്ളതാണ്. ഇതിന് നേരത്തെ ഉണ്ടായിരുന്ന നികുതി 251%. അപ്പോൾ ഈ ഒരു നികുതി ഇളവ് ഈ പറയുന്ന കോർപ്പറേറ്റ് സെക്ടറിൽ ഉള്ള വലിയ മദ്യ കമ്പനികളെ സഹായിക്കുന്നതാണ്, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആനുകൂല്യമാണ് ഇതെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രധാന ആരോപണം. അപ്പോൾ അത് കഴിഞ്ഞ മുൻ സർക്കാരിൻ്റെ ഇതിൽ എക്സൈസ് മന്ത്രിയായിരുന്ന MP രാജേഷിൻ്റെ അഭിപ്രായത്തിൽ സംസ്ഥാന ഖജനാവിന് ഏതാണ്ട് 600 കോടിയോളം രൂപയുടെ നഷ്ടം ഈ ഒരു തീരുമാനത്തിലൂടെ സംഭവിക്കുമെന്നാണ്. അപ്പം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് ഇതുവരെയായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വിശദീകരണങ്ങളാണ് വന്നിട്ടുള്ളത്. ഒന്ന്, എക്സൈസ് മിനിസ്റ്റർ M ലിജു പറഞ്ഞത് എക്സൈസ് വകുപ്പ് ഇക്കാര്യത്തിൽ നയപരമായ ഒരു തീരുമാനമൊന്നും എടുത്തിട്ടില്ല, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഇതായിട്ട് വന്നിട്ടുള്ളതാണ്. പിന്നെ ഇന്നലെയോ മറ്റോ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു അത് ക്യാബിനറ്റ് രഹസ്യങ്ങളാണ്, അതുകൊണ്ടാണ് അതൊന്നും മുൻകൂട്ടി പറയാൻ പറ്റാത്തത്. അപ്പോൾ ഇങ്ങനെ പല തട്ടിൽ നിൽക്കുന്ന ഒരു ഒന്നാണ് ഭരണപക്ഷത്ത് നിന്നുള്ളത്. അതേസമയം ഭരണപക്ഷത്ത് തന്നെയുള്ള ചില ആളുകൾ ഈ ഒരു തീരുമാനത്തിനെതിരെ പ്രതികരണമായിട്ട് വന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി വന്നിട്ടുള്ളത് നമ്മുടെ VM സുധീരൻ തന്നെയാണ്. അദ്ദേഹം സർക്കാരിനോട് ഈ തീരുമാനം പുനഃപരിശോധിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വിവിധ തരത്തിലുള്ള കേരളത്തിലെ മദ്യവിരുദ്ധ സംഘടനകളെന്നും അവകാശപ്പെടുന്നവരെല്ലാം തന്നെ ഈ ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ ഈ സ്ഥിതിയിലുള്ളത്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ സംഭവവികാസങ്ങൾ കാണേണ്ടത്. അപ്പോൾ ഇന്നത്തെ സംഭവവികാസങ്ങൾ പ്രധാനമായിട്ടും ഉണ്ടായത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഈ ആരോപണം സഭയിൽ ഉന്നയിക്കുകയും അത് ചില പ്രത്യേക കമ്പനികളുടെ പേരെടുത്ത് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി പ്രയോജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമാണതെന്ന് പറയുകയും ചെയ്തു. അത് പ്രതിപക്ഷത്തിന് അടിയന്തര പ്രമേയ നോട്ടീസിന് അവസരം അത് നിഷേധിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് നടത്തിയ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗമാണ് നേരത്തെ രശ്മി സൂചിപ്പിച്ചതുപോലെ സഭാ TV-യിൽ നിന്ന് എടുത്തു മാറ്റാനായിട്ട് പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരമാണ് അങ്ങനെ ചെയ്തതെന്നാണ്
വരുന്ന വാർത്തകൾ. പ്രതിപക്ഷം ആരോപിക്കുന്നത് 2023 സർ നേരത്തെ പറഞ്ഞ ഈ ഒരു കമ്പനി സർക്കാരിന് അപേക്ഷ നൽകിയിട്ടുള്ളത്. അതിനുശേഷം 3 വർഷത്തോളം ഇടത് സർക്കാർ ഇത് തള്ളിവെക്കുകയും ഫയലിൽ അത് കിടക്കുകയും ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ 2026 വി ഡി സതീശൻ സർക്കാർ അധികാരത്തിൽ വരികയും മെയ് 4 റിസൾട്ട് വന്ന് മെയ് 18 അധികാരം ഏറ്റെടുത്ത് കൃത്യം ഒരു മാസം അവതരിപ്പിച്ചിട്ടുള്ള ബജറ്റിലാണ്, ഒരു മാസത്തിനുള്ള അവതരിപ്പിച്ചിട്ടുള്ള ബജറ്റിലാണ് ഈ ഒരു മദ്യനികുതിയിലുള്ള ഇളവ് വരുന്നതും അതേപോലെ ഈ ഒരു മദ്യനികുതിയിലുള്ള ടാക്സ് കുറച്ചുകൊണ്ടുള്ള ഈ ഒരു ഉത്തരവ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വരുന്നതും. അപ്പോൾ ഇതിനെ പ്രതിപക്ഷം ആരോപിക്കുന്നത് വലിയൊരു അഴിമതിയായിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ മാറുമ്പോഴുണ്ടാകുന്ന പോളിസി ചേഞ്ചസ് ആയിട്ട് ഇതിനെ കാണണോ അതോ ഇതൊരു അഴിമതിയായിട്ട് തന്നെയാണോ? അഴിമതിക്കൊരു സ്കോപ്പ് അവിടെ ഉണ്ടോ? അല്ല, ഇതിൽ ഇപ്പോൾ രശ്മി പറഞ്ഞതുപോലെ 2023 LDF സർക്കാരിൻ്റെ മുന്നിൽ ഇതേ കമ്പനികൾ അവർക്ക് ഈ LDF സർക്കാർ കൊണ്ടുവന്ന ഈ വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി ഇളവ് അവർക്ക് കൂടി ബാധകമാക്കണമെന്ന് പറഞ്ഞ് അവർ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് LDF ഗവൺമെൻറ് പറഞ്ഞ ഇല്ല, നിങ്ങൾക്കല്ലാതെ ഉള്ളത്, അവരതിൽ തീരുമാനമെടുത്തിട്ടില്ല. അത് ഈ പറഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഹോട്ടി വൈൻ എന്ന് പറയുന്ന അവർക്ക് വേണ്ടി മാത്രമുള്ളതാണെന്നുള്ളൊരു നിലപാടിലാണ് പോയത്. അപ്പോൾ അതിന് വേണ്ടുന്ന നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ നയപരമായിട്ടുള്ള ഒരു തീരുമാനമായിട്ടായിരുന്നു അവരതിനെ ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കാര്യത്തിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഇപ്പോൾ ഈ വി ഡി സതീശൻ സർക്കാരിൻ്റെ ഈ തീരുമാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിയ ദ്രുതഗതിയിലുള്ള തീരുമാനമാണ്. കാരണം 3 വർഷമായി ഒരു സർക്കാർ തീരുമാനം എടുക്കാനല്ല, അവർ പെർമിഷൻ കൊടുക്കാതിരുന്ന ഒരു സാധനത്തിന് ഏതാണ്ട് ഒരാഴ്ചക്കുള്ളിൽ മെയ് 21 മറ്റോ ആണ് ഈ ഒരു ഇതിൽ വരുന്നതെന്നും ഈ പറയുന്ന ബന്ധപ്പെട്ട കുറച്ച് ഉദ്യോഗസ്ഥർ 6-7 ഉദ്യോഗസ്ഥർ ഒരു വളരെ ദ്രുതഗതിയിൽ ഈ തീരുമാനം നടപ്പിലാക്കുകയായിരുന്നു എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അതിൻ്റെ നിജസ്ഥിതി വെളിപ്പെടുത്തേണ്ടത് സർക്കാരാണ്. അപ്പോൾ അതിൽ അങ്ങനെയാണ് ഈ പോളിസി എന്നുള്ള നിലയിൽ സർക്കാരിൻ്റെ നയം എന്താണെന്നുള്ളത് വ്യക്തമാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്നലെ KC വേണുഗോപാൽ, കോൺഗ്രസിൻ്റെ നേതാവും AICCയുടെ ചുമതലയുള്ള KC വേണുഗോപാൽ പറഞ്ഞ് ഇത്തരം കാര്യങ്ങളിൽ പാർട്ടിയുടെ തീരുമാനവും ഉണ്ടാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, നയപരമായ കാര്യങ്ങളിൽ. ഇത് മാത്രമല്ല, കരിമണൽ ഖനനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലും പാർട്ടിയുടെ നയപരമായിട്ടുള്ള പോളിസി അല്ലെങ്കിൽ നയപരമായിട്ടുള്ള തീരുമാനം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇത് വി ഡി സതീശൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ അവർ നേരിടുന്ന ഒരു വലിയ ഈ ആരോപണമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും അതിൽ വ്യക്തത വരുത്തേണ്ടത് സർക്കാരാണ്. ആ ആരോപണം നിലനിൽക്കുന്നതാണോ ഇല്ലയോ എന്നുള്ളതിൽ വ്യക്തത വരുത്തേണ്ടത് സർക്കാരാണ്. സർ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇടതുപക്ഷം 3 വർഷം തള്ളി നീക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഫയലിനെ ഇപ്പോൾ പെട്ടെന്ന് ഇത് നടപ്പിലാക്കുമ്പോൾ എന്താണ് ഇതിന് നയത്തിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടോ? സാറിന് എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? കേരളത്തിലെ മദ്യനയം എന്ന് പറയുന്നത് അടിമുടി ദുരൂഹതയും ഹിപ്പോക്രസിയും നിറഞ്ഞൊരു സാധനമാണ്. കാരണം നമ്മുടെ രാഷ്ട്രീയ നേതാക്കളായാലും ശരി, ഉദ്യോഗസ്ഥരായാലും ശരി എന്നെ ഇതിൽ പുലർത്തുന്ന ഒരുതരം വല്ലാത്ത ഇരട്ടത്താപ്പുണ്ട്. ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലൊരു ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു 40-45 വർഷമായിട്ട് ഈ മദ്യം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ റവന്യൂ വരുമാനം ഉയർത്താനുള്ള ഒരു പ്രധാന സ്രോതസ്സായി മാറിയിട്ടുണ്ട്. ഇതൊരു 980കളിലാണ് ഇതിൻ്റെ തുടക്കം. 980കൾക്ക് ശേഷം നടക്കുന്ന ഒരു ഫിനോമിനയാണ്. അപ്പോൾ 980കൾ വരെ നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ എക്സൈസ് വരുമാനത്തിൻ്റെ 80% നമ്മുടെ കള്ളിൽ നിന്നായിരുന്നു. ഈ 80% കള്ളിൽ നിന്നുള്ള ഈ റേഷ്യോ ഒരു 980കളുടെ പകുതിയോടുകൂടി നേരെ തിരിയുകയാണ്. ഏതാണ്ട് 80% ചാരായത്തിൽ നിന്നാവും. അപ്പോൾ ഈ മാറ്റം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഈ സർക്കാരുകളുടെ കൃത്യമായ നയപരമായിട്ടുള്ള ഒരു വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ടും ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഈ കള്ള് ഷാപ്പുകളും റേഞ്ച് അടിസ്ഥാനത്തിൽ ലേലം ചെയ്യാന്നുള്ള ഒരു ഇത് വന്നത്. അത് അന്ന് ഈ 80കൾ മുതലാണ് കേരളത്തിൻ്റെ ഈ സർക്കാരിൻ്റെ ധനകാര്യ പ്രതിസന്ധികളും വരുന്നത്. അപ്പം ധനകാര്യ പ്രതിസന്ധി ഒന്ന് മറികടക്കാനായിട്ട് കൂടുതലായിട്ടുള്ള റവന്യൂ ഇത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ആരോ ഉപദേശിച്ചു കൊടുത്ത ഒരു സാധനമാണ് ഈ റേഞ്ച് അടിസ്ഥാനത്തിൽ. നേരത്തെ ഓരോ ഷാപ്പും ഓരോ നടത്തുന്ന അവരാണത് ലേലത്തിൽ ചെയ്യുന്നത്. അതിന് പകരം റേഞ്ച് അടിസ്ഥാനത്തിൽ ഇത് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ റേഞ്ച് അടിസ്ഥാനത്തിൽ വന്നപ്പോഴത്തേക്ക് വലിയ ഒരുതരം കുത്തകവൽക്കരണം നടന്നു. വലിയ നമ്മൾ പേര് കേട്ടിട്ടുള്ള അബ്കാരി മുതലാളിമാരെന്ന് പറയുന്ന ഒരു ഫിനോമിനൻ കേരളത്തിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ അവർ കാരണം ഒറ്റയ്ക്കൊരാൾക്ക് ഒരു റേഞ്ച് പിടിക്കാനുള്ള ഇതില്ല. അപ്പം വലിയ മൂലധനത്തിൻ്റെ പിൻബലമുള്ള ആളുകൾ വന്നിട്ട് ഈ ഒരു റേഞ്ച് എടുക്കുകയും അങ്ങനെ ഒരു വലിയ കുത്തകവൽക്കരണം ഈ മദ്യ
ുമായിട്ട് ബന്ധപ്പെട്ട ഇതിലേക്ക് വരുന്നു. അപ്പോൾ ഈ റേഞ്ച് അടിസ്ഥാനത്തിൽ ഇത് പിടിച്ചെടുക്കുന്നവർക്ക് കള്ള് ഷാപ്പ് നടത്തിക്കൊണ്ട് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് അവർക്ക് വേണ്ട ലാഭം കിട്ടുന്നില്ല എന്നുള്ള നിലയിൽ മിക്കവാറും കള്ള് ഷാപ്പുകളിലൂടെ അവർ ചാരായം വിൽക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ചാരായം വിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലേക്ക് വലിയ തോതിൽ സ്പിരിറ്റ് കടത്താൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു 80കളിൽ തുടങ്ങിയ ഈ ഒരു സാധനം കേരളത്തിൻ്റെ മദ്യത്തിനകത്ത് കേരളത്തിൻ്റെ തനതായ കള്ള് ഏറ്റവും പിന്നോക്കം പോവുകയും ഈ പറയുന്ന പുറത്തുനിന്ന് കൊണ്ടുവരുന്ന റെക്ടിഫൈഡ് സ്പിരിറ്റിനെ ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള ചാരായം നമ്മുടെ പ്രധാന ഇതായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് പിന്നെ AK ആൻ്റണിയുടെ സർക്കാർ ചാരായം നിരോധിച്ചോട് കൂടിയിട്ട് നമുക്ക് വിദേശ മദ്യം എന്ന് പറയുന്നത്. വിദേശ മദ്യം എന്ന് പറയുന്നത് ഏറ്റവും വില കുറഞ്ഞ വിദേശ മദ്യം ഏറ്റവും വില കൂടിയ രീതിയിൽ കഴിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറുകയും ചെയ്തിട്ടുണ്ട് ഒരു സാധനം. അപ്പോൾ ഈ ഒരു നയമാണ് ഇവിടെ നിൽക്കുന്നത്. അതേസമയം വളരെ ഓണസ്റ്റായിട്ടോ വളരെ സത്യസന്ധമായിട്ടോ ഈ പ്രശ്നം കാണുകയാണെങ്കിൽ, മദ്യം എന്ന് പറയുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു വിഷയത്തെ നോക്കുകയാണെങ്കിൽ ആദ്യം പരിഗണിക്കേണ്ടത് ഇതൊരു ഭക്ഷ്യവസ്തുവാണ്, ലഹരിയാണ്. പക്ഷേ അതൊരു ഇപ്പോൾ ഫുഡ് ആൻഡ് ബെവറേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകമാകെ ഏത് തലത്തും ഏത് സിവിലൈസ്ഡ് രാജ്യങ്ങളിലും ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇത് കേരളത്തിലടക്കം ഇത് വളരെ നമുക്ക് നമ്മുടേതായ തദ്ദേശീയമായിട്ടുള്ള മദ്യ ഉൽപ്പാദനത്തിൻ്റേതായ ഒരു ചരിത്രമൊക്കെ ഉണ്ട്. ഇതിൽ വേറൊരു ഇതുകൂടെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഈ പറയുന്ന ഈ സ്പിരിറ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ മൊളാസസ് പഞ്ചസാരയിൽ നിന്നുണ്ടാക്കുന്ന മൊളാസസ് വഴിയാണ് ഇന്ന് നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന മദ്യം മുഴുവൻ വരുന്നത്. ഈ സാധനവും തന്നെ ഒരു കൊളോണിയൽ വിഷയമാണ്. കാരണം ഇന്ന് നമ്മൾ പറയുന്ന മലബാർ എന്ന് പറയുന്ന ഭാഗത്ത് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിട്ട് മലബാർ മാറുന്നതോട് കൂടിയിട്ട് അന്നത്തെ മദ്രാസ് പ്രസിഡൻസിയിലെ ഒരു നിയമമായിട്ടാണ് ഈ മൊളാസസ്, അതായത് കരിമ്പിൻ നീരിൽ നിന്ന് എടുക്കുന്ന മൊളാസസിൽ നിന്നുള്ള മദ്യം മാത്രമേ വാറ്റാൻ പറ്റുള്ളൂ എന്നുള്ള നിയമം വരുന്നത്. ആ നിയമം അവരുണ്ടാക്കിയത് 2 ബ്രിട്ടീഷ് കമ്പനികളെ സഹായിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിയേഴ്സ് ലെസ്ലി എന്നും പാരീസ് എന്നും പറയുന്നത്. ഈ 2 കമ്പനികളുമായിരുന്നു മദ്രാസ് പ്രസിഡൻസിയിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് കൃഷി നടത്തിയിരുന്ന ഇത്. അപ്പോൾ അവരുടെ കരിമ്പ് കൃഷിക്ക് കരിമ്പിന് വേണ്ടി മാർക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. ഇതോടുകൂടിയിട്ടാണ് നമ്മുടെ മലബാർ മേഖലയിലെങ്കിലും നിലനിന്നിരുന്ന ഇൻഡിജിനസ് ആയിട്ടുള്ള അല്ലെങ്കിൽ തദ്ദേശീയമായിട്ടുള്ള മദ്യ ഉൽപ്പാദന സാധനങ്ങളെല്ലാം തന്നെ ഇല്ലാതാവുന്നത്. ഏതാണ്ട് അതേ കൊളോണിയൽ സാധനമാണ് നമ്മളിപ്പോഴും പിന്തുടരുന്നത്. നമുക്കിപ്പം വളരെ ഇതായിട്ട് ഇപ്പോൾ ഇവർ ഈ മദ്യത്തിൻ്റെ കാര്യത്തിൽ ഇത്രയധികം ഈ സർക്കാർ ഒരു രക്ഷകർത്താവ് എന്നുള്ള നിലയിൽ നിൽക്കുന്നതിൻ്റെ ഒരു സാധനം എന്തിനാണെന്ന് മനസ്സിലാവണമല്ലോ. കാരണം ഇപ്പോൾ പല കാര്യങ്ങളിൽ ഇവർ പറയുന്നത്, ഇപ്പോൾ ഉദാഹരണം ആദായ നികുതിയുടെ കാര്യം എടുക്കാം. ആദായ നികുതി എല്ലാവരും പറയുന്നത് നികുതി റേറ്റ് കുറയ്ക്കുന്നതിന് അവർ ഇതായിട്ട് പറയണമെന്ന് പറഞ്ഞാൽ ആദായ നികുതി വളരെ കൂടിയ നിലയിൽ വെച്ച് കഴിഞ്ഞിരുന്നാൽ എല്ലാവരും നികുതി വെട്ടിക്കും. അതേസമയം വളരെ പ്രായോഗികമായ നിലയിൽ അല്ലെങ്കിൽ റീസണബിൾ ആയിട്ടുള്ളൊരു റേറ്റ് വയ്ക്കുകയാണെങ്കിൽ എല്ലാവരും നികുതി കൊടുക്കും, നികുതി വെട്ടിക്കാനായിട്ട് ആരും പോകില്ല. എന്നാൽ ഈ യുക്തി മദ്യത്തിൻ്റെ കാര്യത്തിൽ വരില്ല. മദ്യത്തിൽ ഏറ്റവും വലിയ നികുതി വയ്ക്കും. അപ്പോൾ എന്നാൽ അങ്ങനെയാണെങ്കിൽ വ്യാജമദ്യം ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികമായിട്ടും പറയാമല്ലോ. ആ ആദായ നികുതിയുടെ കാര്യത്തിൽ പറയുന്ന ആ യുക്തി മദ്യത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ സർക്കാരുകൾ സ്വീകരിക്കാറില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വലിയ ഹിപ്പോക്രസിയുടെ ഒരു ചരിത്രം നമ്മുടെ മദ്യവും ഇതുമായിട്ടും ഉണ്ട്. അപ്പോൾ അതുകൂടെ നമ്മൾ കണക്കിലെടുത്തിട്ട് വേണം ഇപ്പോഴത്തെ ഈ തർക്കങ്ങളെ അല്ലെങ്കിൽ രാഷ്ട്രീയ വിവാദങ്ങളെ നമ്മൾ കാണേണ്ടത്. സർക്കാർ സൂചിപ്പിക്കുന്നത് തന്നെ ഇത്തരത്തിലുള്ള പുതിയ മദ്യ ബ്രാൻഡുകൾ കൊണ്ടുവരിക, അതുപോലെ നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു നികുതി ഇളവ് കൂടി വരികയാണെങ്കിൽ അത് കേരളത്തിന് ഗുണകരമായിട്ട് വരാൻ സാധ്യതയുണ്ടോ? ഇന്നിപ്പോൾ കേരളത്തിൽ കൺസ്യൂം ചെയ്യുന്ന മദ്യത്തിൻ്റെ ഏതാണ്ട് നല്ലൊരു ശതമാനവും കേരളത്തിലല്ല ഉൽപ്പാദിപ്പിക്കുന്നത്. അതെല്ലാം പുറത്തുനിന്ന് ഉൽപ്പാദിപ്പിച്ചിട്ട് ഇവിടെ വരികയാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന ഈ സ്പിരിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ആണെങ്കിൽ ആ സ്പിരിറ്റ് ഉൽപ്പാദനം പോലും വളരെ കുറവാണ്. നമുക്കിവിടെ ആകെപ്പാടെ ഈ തിരുവല്ലയിൽ ഉണ്ടാക്കുന്ന എന്താണ് ഒരു റമ്മൻ്റെ ഒരു ജവാൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള നമുക്കിപ്പം ഈ വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കണമെന്ന് പറയുകയാണെങ്കിൽ വൈനുകൾ, അപ്പോൾ ഇതിനൊക്കെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ വളരെ സുതാര്യമായ നിയമനിർമ്മാണങ്ങളാണ് വേണ്ടത്. ഇപ്പം നമുക്ക് അവരവരുടെ വീട്ടിൽ ഇപ്പം നമുക്ക് വൈൻ ഉണ്ടാക്കാനായിട്ട് വലിയ വലിയ സാങ്കേതിക വിദ്യയൊന്നും ആവശ്യമില്ല, ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാവുന്നൊരു സാധനമാണ്. പക്ഷേ ഇത് ഉണ്ടാക്കി ഇപ്പം നമ്മൾ നാളെ ഞാനൊരു വൈൻ ഉണ്ടാക്കിയിട്ട് ഞാൻ രശ്മിയായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയാതെ ഇവിടുത്തെ അബ്കാരി നിയമത്തിന് ഇതാണ് മിക്കവാറും നമ്മുടെ കേസിൽ പിടിച്ച് ഇത് ചെയ്യും. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളൊരു സാധനത്തിന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എന്താ പറയുന്നത് ഇതിനെ ട്രാൻസ്പെറൻ്റ് ആക്കുന്ന
ആക്കുന്ന ഈ നിയമനിർമ്മാണത്തിന് തന്നെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്പെറൻ്റ് ആക്കുന്ന ഒരു സംവിധാനത്തെ കുറിച്ചിട്ടാണ് ആദ്യമായിട്ട് ചിന്തിക്കേണ്ടത്. അതല്ലാതെ നമ്മൾ ഈ സർക്കാർ ഈ പറയുന്ന പോലെ ഈ നികുതിയുടെ ഓരോ എന്താണ് പല തരത്തിലുള്ള നികുതികൾ ഇത് തന്നെ ഇപ്പം നമുക്ക് തന്നെ അറിയില്ല ഇത് ഏത് വകുപ്പിലൊക്കെയാണ് ഈ നികുതികൾ വരുന്നതെന്നുള്ളത്. അപ്പം അത്തരത്തിലുള്ള ഒരു സംവിധാനത്തിനകത്ത് നിന്നും ഈ കൂടുതൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു സംവിധാനത്തിലേക്ക് നമ്മൾ മാറേണ്ടതാണ് ഈ ഏറ്റവും വലിയ അത്യാവശ്യം.